നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. ചടങ്ങിൽ പ്രത്യേക ഗ്രാമസഭയും ഹരിതസഭയും ചേർന്നു. അറുപത്തിമൂന്നാമത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷമായ ഗ്രാമോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. ആയിരങ്ങളാണ് തിരുഹൃദയ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. ചടങ്ങിൽ പ്രത്യേക ഗ്രാമസഭയും ഹരിതസഭയും ചേർന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന ചടങ്ങ് ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുക. അതുകൊണ്ട് എത്ര തന്നെയായാലും ഈ മഴക്കാലജന്യ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കുടുംബിനികൾ സ്വീകരിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് അക്കമിട്ട് പഠിച്ച് നമ്മൾ കൃത്യമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നായി, ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നായി, ഒരു സമൂഹം നന്നായാൽ നാട് നന്നായി. ആ ഒരു ഗ്രാഫിലേക്ക് വരുമ്പോൾ നല്ലൊരു തലമുറയെ, ആരോഗ്യപരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ സ്ത്രീകൾക്ക് വേണം. ആ സ്ത്രീ ഈ നാടിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും ചാലക ശക്തിയായി വളരുമ്പോൾ, മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ ആ പ്രയാണത്തെ പിന്തുടരാൻ ഈ സമൂഹത്തിൽ മുഴുവൻ പൗരന്മാർ കടപ്പെട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഒരു മരം നമ്മൾ നൽകിയാൽ അതിൽ 1000 കിളികൾ ചേക്കേറണം. അതുപോലെയായിരിക്കണം നമ്മുടെ കുടുംബ പദ്ധതി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR സിദ്ധാർത്ഥൻ, M സുജിത് കുമാർ, ക്രിസ്റ്റീന, മെമ്പർമാരായ CV ലോഹിതാക്ഷൻ, ബൈജു സെന്റ് ജോൺ, ജയശ്രീ ഷാജൻ, മൃദുല കിഷോർ, രുക്മിണി സുബ്രഹ്മണ്യൻ, ബീന ഉണ്ണികൃഷ്ണൻ, അനിത അനിലൻ, LVയ ദേവസി, പ്രിയലത, ബിജു ഭരത്, PH ഉമ്മർ, MH സജീർ, ശരണ്യ വൈശാഖ് ദാസ്, മീര ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി MB മുംതാസ്, ബ്ലോക്ക് മെമ്പർ KB പ്രജിത്ത്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി അധ്യാപകർ, തൊഴിലുറപ്പ് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 63ാമത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷമായ ഗ്രാമോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഗ്രാമോത്സവം നടക്കുക. വല്ലച്ചിറ ഓണാഘോഷ ഗ്രാമോത്സവം വല്ലച്ചിറയിലെ ഓണാഘോഷത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ക്ലബ്ബുകൾ തമ്മിലുള്ള കലാകായിക ഇനങ്ങളിലെ മത്സരങ്ങളായിട്ടാണ് നടന്നുവരുന്നത്. 1962 മുതൽ ആരംഭിച്ച് 65 വർഷമായി. ഇതിൽ 2018 പ്രളയം മൂലം ഭാഗികമായി മാത്രമേ മത്സരങ്ങൾ നടന്നിട്ടുള്ളൂ. 2020 കോവിഡ് മഹാമാരി മൂലം മത്സരങ്ങൾ നടന്നിട്ടില്ല. 2021 ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ മത്സരങ്ങൾ നടന്നിട്ടില്ല. വെർച്വലായി ചില പരിപാടികൾ അവതരിപ്പിച്ചു. പിന്നീട് 2022 മുതൽ വീണ്ടും ഓണാഘോഷ ഗ്രാമോത്സവ മത്സരങ്ങൾ ആരംഭിച്ച് ഈ 2026 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവമാണ് നടക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ വല്ലച്ചിറയുടെ ഈ മാതൃകാപരമായ ഓണാഘോഷം നടത്തുവാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വല്ലച്ചിറയുടെ മാത്രം സ്വന്തമാണ് വല്ലച്ചിറയുടെ ഓണാഘോഷം. രാവിലെ 9 മണിക്ക് നടക്കുന്ന ചിത്രരചനാ മത്സരങ്ങളോടെയാണ് ഗ്രാമോത്സവം ആരംഭിക്കുക. ശില്പകലാകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്യും. 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ. ഞായറാഴ്ചകളിൽ സാഹിത്യ മത്സരങ്ങൾക്ക് പുറമെ ചെസ്, കായിക മത്സരങ്ങൾ, വടംവലി,
പൂക്കള മത്സരം, ഘോഷയാത്ര, മാർച്ച് പാസ്റ്റ്, കലാമത്സരങ്ങൾ, നാടക മത്സരങ്ങൾ, ഭിന്നശേഷി വയോജന കലോത്സവങ്ങൾ എന്നിവ നടക്കും. 66 മത്സരങ്ങളിലായി വല്ലച്ചിറയിലെ 15ഓളം ക്ലബ്ബുകൾ, കലാസമിതികളിൽ നിന്നുമായി 1000ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുക. 1962 മുതൽ ആരംഭിച്ച ഓണാഘോഷം പ്രളയം, കോവിഡ് കാലഘട്ടം ഒഴികെ മുടങ്ങാതെ സംഘടിപ്പിച്ചു. കോവിഡ് കാലത്ത് വെർച്വൽ ഓണാഘോഷവും നടത്താനായി. 10 ലക്ഷം രൂപയാണ് ഗ്രാമോത്സവത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഓണാഘോഷ കലാകായിക ഗ്രൂപ്പ് മത്സരങ്ങളിൽ വ്യക്തിഗത നിലയിൽ 1000, 2000, 3000, 5000 എന്നീ ക്യാഷ് അവാർഡുകൾക്ക് പുറമെ ഇത്തവണ 1 മുതൽ 5ാം സ്ഥാനം വരെ ലഭിക്കുന്ന മികച്ച ക്ലബ്ബുകൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിക്കും. 15000, 20000, 30000, 40000, 60000 രൂപ വരെ ക്യാഷ് അവാർഡുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമാണ് സമ്മാനിക്കുക. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിനൊപ്പം നാട്ടുകാർ, മറ്റ് ഉദാരമതികൾ എന്നിവരുടെ ശ്രമഫലമായാണ് ഗ്രാമോത്സവത്തിനുള്ള ചിലവ് കണ്ടെത്തുന്നതെന്നും രക്ഷാധികാരി കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഗ്രാമോത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ, കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസ്, സിജോ ഇടപ്പള്ളി, PR റിഗിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജൂൺ 7 മുതൽ ഓഗസ്റ്റ് 29 വരെ വിവിധ മത്സരങ്ങളോടെയാണ് ഈ ഓണാഘോഷം നടന്നു വരുന്നത്. ആദ്യത്തെ മത്സരമായ ചിത്രരചനാ മത്സരം ജൂൺ 7 ശ്രീ പ്രശസ്ത ചിത്രകാരനായ ശ്രീ ഡാവിഞ്ചി സുരേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വല്ലച്ചിറയിലെ ഒരുപാട് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു. 1000ഓളം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെയധികം ജനങ്ങളുടെ പിന്തുണ നമുക്ക് ഈ ഓണാഘോഷം കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം 55ഓളം നാട്ടുകാർ അടങ്ങുന്ന ഒരു ജനകീയ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 15 ക്ലബ്ബുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 66 ഇനങ്ങളിൽ മത്സരം കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ അന്യം നിന്ന് പോകുന്ന നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ ഇതിൽ മത്സര ഇനങ്ങളായിട്ട് വരുന്നുണ്ട്. കാലങ്ങളായി തുടർന്നു പോരുന്ന ഇത്തരം മത്സരങ്ങൾ ഈ നാട്ടിനകത്തെ കലാകാരന്മാർക്ക് അവരുടേതായ കലാരുചികൾ, അഭിരുചികൾ വളർത്തുന്നതിന് വേണ്ടി വളരെയധികം ഗുണം ചെയ്തിട്ടുള്ളതാണ്. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. ആയിരങ്ങളാണ് തിരുഹൃദയ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തത്. മാസാദി വെള്ളിയാഴ്ച രാവിലെ 6-നും 7:15-നും പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായ ഫാദർ പോൾ മുട്ടത്ത് തിരുഹൃദയ സന്ദേശം നൽകി. ദിവ്യകാരുണ്യ ആരാധന, തിരുഹൃദയ നൊവേന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നീ തിരുകർമ്മങ്ങളും ഊട്ടുതിരുനാളിന്റെ ഭാഗമായി നടന്നു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോബ് പടയാട്ടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻസ് ചെറുതാണിക്കൽ എന്നിവർ ഊട്ടുതിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശനിയാഴ്ച വൈകിട്ട് 6-ന് ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ രൂപ കൂട് തുറക്കൽ. ശനിയാഴ്ച വൈകിട്ട് 6-ന് ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ രൂപ കൂട് തുറക്കൽ ശുശ്രൂഷ, തിരുസ്വരൂപ എഴുന്നള്ളിപ്പ് എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും. തുടർന്ന് തിരുമുറ്റമേളം അരങ്ങേറും. ചേർപ്പ് സീനൻ ഗേൾസ് LP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. നവീകരിച്ച സുഗതവനിക ഫലവൃക്ഷോദ്യാനത്തിൽ തൈനട്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണം. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് സീനൻ ഗേൾസ് LP സ്കൂളിൽ നടത്തിയത്. നവീകരിച്ച സുഗതവനിക ഫലവൃക്ഷോദ്യാനത്തിൽ തൈനട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ക്ലബ് പ്രവർത്തന ഉദ്ഘാടനം സ്കൂൾ മാനേജർ അച്യുതൻ നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ അധ്യക്ഷനായി. അധ്യാപികയായ സുസ്മിത പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അധ്യാപകരായ VR രാജി, VS ദിവ്യ, PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ, MPTA പ്രസിഡന്റ് രേഷ്മ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. അടുത്ത ദിവസങ്ങളിൽ ചിത്രരചന, ഫീൽഡ് ട്രിപ്പ്, പ്ലാസ്റ്റിക്കിന് ബദൽ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്ന പ്രദർശനം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചേർപ്പ് സീനൻ ഗേൾസ് ഹൈസ്കൂളിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ആദരം. 100% വിജയം നേടിയ സ്കൂളുകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് ഒരുക്കിയത്. CNN ഗേൾസ് ഹൈസ്കൂളിലെത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. സ്കൂളിലെ SPC കുട്ടികളാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. തങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലൂടെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഭാവി വാഗ്ദാനമാകാമെന്നത് സുരേഷ് ഗോപി വിശദീകരിച്ചു. തിളക്കത്തെക്കുറിച്ചറിഞ്ഞ് ഓടിയെത്തിയെന്നാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് 100% വിജയം കൊയ്ത കുഞ്ഞു മക്കളെല്ലാം കാണാൻ വേണ്ടി പരമാവധി സ്കൂളുകളിലേക്ക് ഓടിയെത്തുകയാണ്. ഒരുപാട് സ്കൂളുകളിൽ വളരെ സന്തോഷത്തോടെ എന്നാൽ ഭാരിച്ച
ഈ ഒരു വിജയം നിങ്ങൾക്ക് സമ്മാനിച്ച അധ്യാപകരെയും അനധ്യാപകരെയും വിജയം നേടിയ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഇവിടുത്തെ അനധ്യാപകരെയും ഒക്കെ ആദരിക്കാനും ആഘോഷിക്കാനുമാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെൻ്റെ കടമയാണ്. കാരണം ഇത് കേരളത്തിലാകാനും എത്ര സ്കൂളെന്നുള്ള കണക്ക് എനിക്കറിയില്ല. എങ്കിലും തൃശ്ശൂർ മാത്രം റവന്യൂ ജില്ലയിൽ ഏതാണ്ട് 170 മേൽ സ്കൂളുകളിലാണ് ഈ 100% വിജയ കൊയ്ത്ത് നടന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ വിദ്യാസമ്പന്നതയാണ്, അല്ലേ? പുതിയ എഡ്യൂക്കേഷൻ പോളിസി, അതിൽ അധ്യയന രീതി അധ്യാപകർ അവലംബിച്ചത്, അത് കുഞ്ഞുങ്ങൾ കൃത്യമായി ഗ്രഹിച്ചത്, അതിന് ഒരു പൂർണ്ണ ഫലം നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചതുമൊക്കെ ആദ്യത്തെ നിലയിൽ ഇത് രാജ്യത്തിൻ്റെ വിദ്യാസമ്പന്നതയുടെ ആഘോഷമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ സമ്മാനിച്ച അദ്ദേഹം പരിസ്ഥിതി ദിന സന്ദേശവും നൽകി. CNN സ്കൂൾസ് മാനേജർ അച്യുതൻ, പ്രധാന അധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് ശൈലേഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു. വള്ളച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടന്നു. ചടങ്ങിൽ വൃക്ഷത്തൈ നടീൽ, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ നട്ടാണ് വള്ളച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമിട്ടത്. PTA പ്രസിഡന്റ് ബിജു തൃശൂർക്കാരനും പ്രിൻസിപ്പൽ AJ പ്രിൻസിയും ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതിയുടെ സംരക്ഷണം നമ്മുടെ കടമയാണെന്ന് പരിസ്ഥിതി ദിന സന്ദേശത്തിലൂടെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ ചടങ്ങിൽ പരസ്പരം കൈമാറിയത് ചെടികളുടെ പുനരുപയോഗ സന്ദേശം പകർന്ന് നൽകുന്നതായി. ശ്രേയ പ്രകാശ്, ലീവാനി, ട്രീസ, ബിജു എന്നീ വിദ്യാർത്ഥികൾ പ്രകൃതി എന്ന കവിത ആലപിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണമുള്ള പോസ്റ്ററുകൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പ്രദർശിപ്പിച്ചത് ശ്രദ്ധേയമായി. സന നസ്രീൻ, TS അശ്വിൻ എന്നീ വിദ്യാർത്ഥികളാണ് പരിസ്ഥിതി സംരക്ഷണ സന്ദേശമുള്ള പോസ്റ്റർ പ്രദർശനം ഒരുക്കിയത്. DYFI കോടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പുറം ALP സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DYFI വർഷം തോറും നടപ്പിലാക്കുന്നതാണ് പുസ്തക വിതരണം. DYFI ബ്ലോക്ക് സെക്രട്ടറി ജിംഷാർ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. DYFI കോടന്നൂർ മേഖലാ സെക്രട്ടറി എൻഡോൺ C ടോണി, മേഖലാ പ്രസിഡന്റ് നിജോ ജോസ്, മേഖലാ ട്രഷറർ സനൽ സിംഗ്, യൂണിറ്റ് അംഗങ്ങളായ സരുൺ, അക്ഷര, റിൻഡു, വിഷ്ണു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അവിസ്മരണീയമായ യാത്രാനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഭൂമിക ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ ബ്രാഞ്ച് കുറുക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറുക്കഞ്ചേരിയിലെ ഗ്രേസ് പാർക്ക് ബിൽഡിംഗിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഭൂമിക ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ ബ്രാഞ്ച് തുറന്നത്. നർത്തകിയും സീരിയൽ താരവുമായ BR അഞ്ജിത ഭൂമിക ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഭൂമികയുടെ ഒരു പുതിയ കാൽവയ്പ്പാണ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഭൂമികയുടെ ഒരു അഭ്യുദയകാംക്ഷികളും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിരിക്കും. എനിക്ക് നമ്മൾ യാത്ര പോകുന്നതിനെക്കുറിച്ചും ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് സാധാരണമായ രീതിയിൽ പറഞ്ഞു പോകും. പക്ഷെ ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഇവരുടെ ഒരു സർവീസ് എത്രത്തോളം മികച്ചതാണ് എന്ന് ഞാൻ അനുഭവസ്ഥയാണ്. ഞാൻ ദുബായി കണ്ടത് ഇവരിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നല്ല കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള ഒരാൾ നമ്മളെ കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോകുന്ന പോലെയുള്ളൊരു ഫീലാണ് ഭൂമികയുടെ കൂടെയുള്ള യാത്ര. ഇവിടെ നമ്മൾ എന്തെല്ലാം കാണുന്നു എന്നുള്ളതല്ല, ലോകത്തെ അറിയണം. അതായിരിക്കും നമ്മുടെ ജീവിതാവസാനം നമുക്ക് ഉണ്ടാകുന്ന സമ്പത്തുകളിൽ ഒന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. ഭൂമിക ചേർപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറുക്കഞ്ചേരിയിൽ ഇവിടെ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഭൂമികയ്ക്ക്
അനിലിനും സവിതയ്ക്കും ഇവരുടെ ബിസിനസ് നന്നായി പ്രവർത്തിക്കാനും അതിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്ഥാപനത്തിന്റെ പുതിയ ലോഗോ പ്രകാശനം തൃശൂർ കോർപ്പറേഷൻ 42ാം ഡിവിഷൻ കൌൺസിലർ CM അമ്പിളി നിർവഹിച്ചു. ഹൈക്കോടതി അഡ്വക്കേറ്റ് AP വാസവൻ വെബ്സൈറ്റ് പുറത്തിറക്കി. തൃശൂർ SNBP യോഗം പ്രസിഡന്റ് സദാനന്ദൻ വാഴപ്പിള്ളി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ, തൃശൂർ ജെകോം ചെയർമാൻ JFM ബിജോയ് റാഫേൽ, തൃശൂർ ശക്തൻ തമ്പുരാൻ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റും കോർഡിനേറ്ററുമായ മോഹനൻ നാടോടി എന്നിവർ മുഖ്യാതിഥികളായി. ഭൂമിക ടൂറിസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രയാണം ഇങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഭൂമിക ടൂർസ് എന്നും സത്യസന്ധമായ രീതിയിലുള്ള പ്രീമിയം ആയിട്ടുള്ള പാക്കേജുകളാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ഇപ്പോൾ ഹണിമൂൺ പോലെ പോകേണ്ട ആൾക്കാരാണെങ്കിലും ആർക്കും ഭൂമിക ടൂർസ് ആൻഡ് ട്രാവൽസിനെ സംബന്ധിച്ചോളം വിശ്വസ്തയോടെ വരാം. ഭൂമിക ടൂർസ് ആൻഡ് ട്രാവൽസ് കൂർക്കഞ്ചേരി, തൃശൂർ 8590092559 7994984647 www.bhumikatours.com operators@bhumikatours.com. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഊരകം ALP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സംരക്ഷണ അവബോധം വളർത്തുന്നതായിരുന്നു ചടങ്ങ്. വാർഡ് മെമ്പർ ശരണ്യ വൈശാഖദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് വിജയൻ ചേന്തനത്ത് അധ്യക്ഷത വഹിച്ചു. ചിത്രകലാധ്യാപകൻ VS ഗിരീഷ് മുഖ്യാതിഥിയായി. വനമിത്ര ഫൗണ്ടേഷന്റെ സ്ഥാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ KN സുരേഷ് കുമാർ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപിക PV ജിനി, ബാലജനസഖ്യം ജില്ലാ കൺവീനർ KB പ്രമോദ, വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് രമ ജ്യോതികുമാർ, വിദ്യാലയ വികസന സമിതി സെക്രട്ടറി രാകേഷ് ഉണ്ണിയാമ്പുറം, വിഷ്ണു പ്രസാദ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി വിഷയമാക്കിയുള്ള ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഹരിത ജീവിത ശൈലിയുടെയും പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ചടങ്ങ്. ചേർപ്പ് ജനമൈത്രി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണം. ചേർപ്പ് SHO VN മനോജ് വൃക്ഷത്തൈ നടിയിൽ നിർവഹിച്ചു. ജനമൈത്രി സമിതി അംഗങ്ങളായ പ്രിയലത പ്രസാദ്, ബഷീർ പാലിയത്ത് താഴത്ത്, അഭിലാഷ് മൂലേക്കാട്ടിൽ, പ്രസാദ് കിഴക്കൂട്ട്, KS വിമൽ, PK ജയന്തി, പ്രദീപ് വലിയങ്ങോട്ട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭൂമിക അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടനെല്ലൂരിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടിയിലും വൃക്ഷത്തൈ വിതരണവും നടന്നു. ഭൂമിക അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് VA രഞ്ജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK കബീർ വൃക്ഷത്തൈ വിതരണം നിർവഹിച്ചു. ഭൂമിക അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AP ജോയ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഭരണസമിതി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റു മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളാണ് ചടങ്ങിൽ ഒരുക്കിയത്. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വിട്ടത്ത് വൃക്ഷത്തൈ നട്ട് ലോക പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ MP അജയഘോഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ചടങ്ങിൽ കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി. പരിസ്ഥിതി ദിന പോസ്റ്റർ മത്സരം, ചെടികളെ തിരിച്ചറിയൽ, കൂടാതെ മറ്റു മത്സരങ്ങൾ എന്നിവ കുട്ടികളിൽ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതായി. വേനൽക്കാല അവധി പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. പ്രധാനാധ്യാപകൻ CM ജോഷി, ലിസി ജോസഫ്, ക്രിസ്റ്റി ലൂയിസ്, ജൂലിയറ്റ്, AP സിനി എന്നിവർ സംസാരിച്ചു. ലഹരിമരുന്നും മാരകായുധങ്ങളുമായി 5 യുവാക്കൾ ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. മണ്ണുത്തി സ്വദേശി ഫ്രെനി ഫ്രാൻസിസ്, അമ്മാടം സ്വദേശി അനൂപ്, കോടന്നൂർ സ്വദേശി ജഗൻ, അമ്മാടം പള്ളിപ്പുറം സ്വദേശി അജുൻ, ഫോർട്ട് കൊച്ചി സ്വദേശി ഷാമിൽ ഷാ ജഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഇവരിൽ നിന്ന് രാസലഹരിയും വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന 60ഓളം സിപ്ലോക്ക് കവറുകൾ, ഇലക്ട്രോണിക് ത്രാസുകൾ, മുഖംമൂടി, പെപ്പർ സ്പ്രേ, മാരകായുധങ്ങൾ എന്നിവ പിടികൂടി. നടത്തറയിൽ പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിന്റെ മറവിലാണ് രാസലഹരി ഉപയോഗവും കച്ചവടവും നടത്തിയിരുന്നത്. അതിരപ്പള്ളി ടൂറിസം റോഡിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ അപകടം. ഏഴാട്ടുമുഖം അതിരപ്പള്ളി ടൂറിസം റോഡിൽ പ്രകൃതി ഗ്രാമം വിനോദ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് സമീപമാണ് കാർ കനാലിലേക്ക് മറിഞ്ഞത്.
യാത്രക്കാർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന റോഡിൽ നിന്നും പ്രകൃതി ഗ്രാമം വിനോദ കേന്ദ്രത്തിലേക്ക് തിരിയുന്ന ഭാഗത്ത് അപകട സാധ്യത കൂടുതലാണ്. റോഡിനോട് ചേർന്നൊഴുകുന്ന കനാലിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. ചടങ്ങിൽ പ്രത്യേക ഗ്രാമസഭയും ഹരിതസഭയും ചേർന്നു. അറുപത്തിമൂന്നാമത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷമായ ഗ്രാമോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. ആയിരങ്ങളാണ് തിരുഹൃദയ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.